മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തോടുള്ള സ്നേഹം എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു. ഒരിക്കൽ നബിയും സഹാബത്തും ഇങ്ങനെ ഇരിക്കുകയാണ്. പുണ്യ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ളത് 3 കാര്യമാണ് എന്ന് പറഞ്ഞു. ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും അത്വയ്ബു വന്നിസാ വഖുറത്തു ഐനി ബിസ്സലാം. എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ളത് 1 ത്വയ്യിബാണ്, സുഗന്ധമാകുന്നു. വന്നിസാഉ, രണ്ടാമത്തേത് എന്റെ ഭാര്യമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്, അവരുമായി സമയം ചെലവഴിക്കലാണ്. മൂന്നാമത്തേത് വഖുറത്തു ഐനി ഫിസ്സലാ, നിസ്കാരത്തിൽ കണ്ണിന് കുളിർമയുണ്ടാകലുമാണ്. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അലി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏതാണെന്ന് ചോദിച്ചു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പൊന്നാര നബിയെ, എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ള അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യലാകുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏതാണ് റളിയല്ലാഹു അൻഹു? മഹാനവറുകൾ പറഞ്ഞു, വിശന്നവർക്ക് ഭക്ഷണം കൊടുക്കലാണ്, ദാഹിച്ചവർക്ക് വെള്ളം കൊടുക്കലാണ്, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നൽകലാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏതാണ്? മഹാനവറുകൾ പറഞ്ഞു, നന്മ കൽപ്പിക്കലാണ്, തിന്മയെ വിരോധിക്കലാണ്, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ജീവിക്കലാണ്. നല്ലത് പറയാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കല്. കുരുത്തക്കട കാട്ടിയവരെ തല്ല വിട്ടന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞു സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്. ഇനി ഒരാള് ബാക്കിയുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. മഹാനവറുകളോട് ചോദിച്ചു, അബൂബക്കറെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി എന്താണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അന്നദറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ളത് നിങ്ങളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കലാണ് എന്ന് പറഞ്ഞു. ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ മൂപ്പര് ചെയ്ത പണി അതാ. രണ്ടാമത്തേത് ഇങ്ങക്ക് ചെലവാക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കലാണ് എന്ന് പറഞ്ഞു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. മൂന്നാമത് പറഞ്ഞു, ഇങ്ങളെ കുടുംബത്തെ എങ്ങനെ സോപ്പിട്ടുങ്ങാണ്ട് ഇങ്ങളുടെ അടുത്തേക്ക് വജ്ജ് നോക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അഹ്ലു ബൈത്തിനോടുള്ള ഇഷ്ടമാണ് നമ്മളോട് ഒരുമിച്ച് കൂട്ടിയത്. കാലിന്റെ മുട്ടുവേദനയൊക്കെ അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കോളും. നമ്മളിവിടെ വന്നത് അഹ്ലു ബൈത്തിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ വാപ്പ, ഇന്നിക്കോയ തങ്ങൾ വാപ്പ ഒരു ഹദീസിന്റെ ഒരു ഭാഗം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തി. തഫക്കറൂ ഫീ ആലാഇല്ലാഹി വലാ തഫക്കറൂ ഫീ ദാത്തില്ലാഹ് എന്ന ഹദീസിന്റെ അവസാന ഭാഗമാണ് തങ്ങൾ വാപ്പ പറഞ്ഞത്. നിങ്ങൾ അള്ളാഹുവിന്റെ ദാത്തിൽ ആലോചിക്കേണ്ട, ഒരു പിടുത്തം കിട്ടൂല. തഫക്കറൂ ഫീ ആലാഇല്ലാ, അള്ളാഹുവിന്റെ അടയാളങ്ങളിൽ ചിന്തിച്ചോളി, വേ മനസ്സിലാവും. അല്ലാഹ് എങ്ങനെ ഇക്കാരം മിന്നൈന കൈഫ മതാ തനസ്സഹുൽ ഖദർ വഇലാ മതാ വഅലാ മതാ ലഹുൽ ഫിക്ർ. ആലോചിച്ചാൽ കിട്ടൂല. അല്ലാഹ് എവിടെയാണ്? പിടുത്തം കിട്ടൂല. അല്ലാഹ് എങ്ങനെയാണ്? പിടുത്തം കിട്ടൂല. പിടുത്തം കിട്ടിയാലും ഒരു കാര്യം ഉറപ്പായി, അല്ലാഹ് അങ്ങനെയല്ല എന്ന് മനസ്സിലാവും. ഒരാളിങ്ങനെ ആലോചിച്ചപ്പോ ഓനക്ക് അള്ളാഹിനെ പറ്റി ഇങ്ങനെ മനസ്സിലായി, മനുഷ്യന്റെ മാതിരി ഒരു തലയുണ്ട്, എക്സ്ട്രാ ഒരു തുമ്പിക്കൈയും ഉണ്ട് എന്ന് മനസ്സിലായി എന്ന് കൂട്ടാ. ഒരു കാര്യം ഉറപ്പായി, അള്ളാഹ് അങ്ങനെയല്ല എന്ന് ഉറപ്പായി. കാരണം ഒരു മനുഷ്യന്റെ കൽബിൽ അള്ളാഹുവിന്റെ ദാത്ത് എങ്ങനെയാണ് എന്നത് ഉദിച്ചു വരികയില്ല. കൽബിൽ ഒരു കോലം വന്നാൽ അള്ളാഹ് അങ്ങനെയല്ല എന്ന് ഉറപ്പായി എന്നുള്ളതിന്റെ അടയാളാണ്. അത് പിടുത്തം കിട്ടൂല. പിന്നെന്താ പിടുത്തം കിട്ടുക? തഫക്കറൂ ഫീ ആലാഇല്ലാഹി, അള്ളാഹുവിന്റെ അടയാളങ്ങളെ ആലോചിക്കുക, വേ മനസ്സിലാവും. അള്ളാഹു ഈ ദുനിയാവിലേക്ക് ഇറക്കിയ അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനാണെന്ന് നമുക്ക് പെട്ടെന്ന് തോന്നും. സത്യത്തിൽ ഖുർആൻ അള്ളാഹു തആല നമുക്ക് തന്നിട്ടില്ലല്ലോ. ഞമ്മക്ക് അള്ളാഹു ഖുർആൻ തന്നോന്ന് തോന്നും. ഖുർആൻ അള്ളാഹു ഞമ്മക്ക് തന്നിട്ടില്ല. വെള്ളിയാഴ്ച ഓതുന സൂറത്തുൽ കഹ്ഫിലുണ്ട്, നമുക്ക് തന്നിട്ടില്ല എന്ന്. വെള്ളിയാഴ്ച നമ്മൾ ഓതുന സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യമുണ്ട്,
അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജഅൽ ലഹു ഇവജ. അബ്ദ് എന്ന് പറഞ്ഞാൽ ഒരടിമയാണ്. തോനാൾക്കാരുണ്ടെങ്കിൽ ഇബാദ് എന്നാണ് പറയാന്ന് വിസിറ്റിംഗ് അടിച്ചു പോയവർക്ക് വരെ മനസ്സിലാവും. അതിന് സൗദി അറേബ്യയിൽ കുറെ കാലം നിൽക്കൊന്നും വേണ്ടി വരില്ല. 15 ദിവസത്തെ വിസിറ്റിങ്ങിന് പോയാലും മനസ്സിലാകും. അബ്ദ് പറഞ്ഞ ഒരാളാണ്. തോനാളുണ്ടെങ്കിൽ ഇബാദ് എന്ന് പറയും. എല്ലാവർക്കും കൂടി തന്നതാണെങ്കിൽ ഇബാദ് എന്നാണ് പറയേണ്ടത്. ഒരാളാകുമ്പോഴാണ് അബ്ദ് എന്ന് പറയുന്നത്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ, തന്റെ അബ്ദിന് കിതാബിനെ നൽകി അല്ലാഹു തആല എന്ന് പറഞ്ഞത് മുഹമ്മദ് നബിക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുറൈശികൾ പറഞ്ഞു മുഹമ്മദിന് പിരാന്താണ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അള്ളാഹു അതിന് കാര്യമായ മറുപടി ഒന്നും പറഞ്ഞില്ല. എന്താ കാരണം വെച്ചാല് പിരാന്തില്ലാത്ത ഒരാൾക്ക് പിരാന്താണ് എന്ന് പറഞ്ഞാൽ പറയണവനും കേൾക്കണവനും മനസ്സിലാവും സംഗതി ഇല്ലാത്തതാണ്. അതിന് തെളിവ് പറയേണ്ട ആവശ്യം മറുപടി പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് അള്ളാഹു തആല ഖുറൈശികൾ പറഞ്ഞു ഇന്നക മജ്നൂൻ, എനിക്ക് പിരാന്താണ് പറഞ്ഞപ്പോ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. എന്നാ നേരെ മറിച്ച് ഖുർആനിൽ തെറ്റുണ്ട് എന്ന് പറഞ്ഞു പോലെ അതിന് മറുപടി പറഞ്ഞു. ഖുർആനിൽ തെറ്റുണ്ട് എന്ന് പറഞ്ഞു പോലെ ഖുറൈശികള് അപ്പോൾ പറഞ്ഞു ഖുൽ ഇൻ കുൻതും അലാ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദൂ ശുഹദാഅകും. ഖുൽ നബി നിങ്ങൾ പറഞ്ഞാൽ ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, ഞാൻ എന്റെ അടിമ മുഹമ്മദിന് കൊടുത്ത ഖുർആനിൽ നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, ഇതുപോലത്തെ ഒന്ന് വേറെ കൊടുന്നാണി വദൂ ശുഹദാഅകും, പറ്റുന്നവരൊക്കെ കൂട്ടും ചെയ്തോളി എന്നിട്ട് കൊണ്ടുവരികയായിരുന്നു. 1400 കൊല്ലായിട്ട് ഇന്നും ആ വെല്ലുവിളി നിലനിൽക്കുന്നു. ഒരാൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. കൊടുന്നോര് ഓലന് ചീന്തിട്ടു. ചിലര് കൊടുന്നു നോക്കി അൽഫീല് മൽഫീല് ഒമാ അദ്റാക മൽഫീല്, ആന എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന്റെ ശേഷം ഓൽക്കന് തോന്നി ഇത് വലിയൊരു കൊണല്ലല്ലോ എന്ന് ഓലനെ കീറിട്ടു. കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. 1400 കൊല്ലായില്ലേ. 1400 കൊല്ലമായി അള്ളാന്റെ ദുനിയാവ് കേട്ട ഏറ്റവും മോശപ്പെട്ട അഭിപ്രായം മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണെന്നുള്ള അഭിപ്രായം. 1400 കൊല്ലമായിട്ട് അള്ളാഹുവിന്റെ ദുനിയാവിൽ നമ്മൾ ചെവിയോണ്ട് കേട്ട ഏറ്റവും മോശപ്പെട്ട അഭിപ്രായം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ മനുഷ്യനാണ് എന്ന അഭിപ്രായമാകുന്നു. മനുഷ്യനാണ്, സാധാരണ മനുഷ്യനല്ല. മനുഷ്യനാണ് എന്നുള്ള കർക്കല്ല, സാധാരണ മനുഷ്യനല്ല. നമ്മളൊക്കെ രാത്രി കൂർക്കം വലിച്ചുറങ്ങും. മുസ്തഫ നബി തങ്ങൾ ഉറങ്ങുമ്പോൾ അവിടുത്തെ ഖൽബ് ഉറങ്ങാറുണ്ടായിരുന്നില്ലെന്ന് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു തന്റെ ബുർദയിൽ പറഞ്ഞിട്ടുണ്ട്. സാധാരണ മനുഷ്യനല്ല. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒറ്റക്ക് ഇങ്ങനെ നിൽക്കണ കണ്ടാല് ബാക്കിൽ വലിയ ഒരു കുതിരപ്പടയാളികളുടെ യുദ്ധസംഘമുള്ള പട്ടാള കമാൻഡർ നിൽക്കും പോലെയാണ് തോന്നുക. നബി തങ്ങൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒറ്റക്ക് നിൽക്കണുണ്ടാലും ഒരു പട്ടാള കമാൻഡർ നിൽക്കും പോലെ തോന്നും. വർത്താനം പറഞ്ഞു നോക്കിയാലോ എന്തും പറയാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ് എന്ന് മനസ്സിലാവും ചെയ്യും. കണ്ടാ മനസ്സിലാവൂല എന്നാ. കാണുമ്പോ ഭയങ്കര ഗാംഭീര്യമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അടുക്കാൻ തോന്നൂല. വർത്താനം പറഞ്ഞാലോ എന്തും പറയാൻ പറ്റിയ ആളാന്ന് മനസ്സിലാവും. ഇമാം ബൂസൂരി പറഞ്ഞിട്ടുണ്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്നത് കണ്ടാല് ഒരുപാട് തൊഴിലാളികളെ വെച്ചുകൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു മുതലാളിയുടെ നൃത്തം പോലെ തോന്നാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പിന് ചുവന്ന റോസാപ്പൂവിന്റെ ഗന്ധമായിരുന്നു എന്ന് സയ്യിദത്തുനാ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. അങ്ങനത്തെ വേറൊരാളെ പറഞ്ഞെന്നാണ്. സാധാരണ മനുഷ്യനാണെങ്കിൽ വേറെയും ആർക്കേലും ഉണ്ടാവൂലേ? സാധാരണ മനുഷ്യനാണെങ്കിൽ വേറെ ആർക്കേലും ഉണ്ടാവും. നബി തങ്ങളുടെ ശരീരത്തിൽ പൊടിയുന്ന വിയർപ്പ് കണങ്ങളെ വടിച്ചെടുത്ത് സൗദാ ബീവി റളിയല്ലാഹു അൻഹ കുപ്പിയിൽ ശേഖരിക്കുകയും സുഗന്ധം ആവശ്യമാകുന്ന വരുന്ന സമയത്ത് ആ കുപ്പിയിൽ നിന്ന് അതെടുത്തുകൊണ്ട് മേത്ത് പുരട്ടുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇമാം തുർമിദി റളിയല്ലാഹു അൻഹു തന്റെ ശമാഇലിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. എങ്ങനെ സാധാരണ മനുഷ്യനാകുക? അതുകൊണ്ട് നമ്മൾ ദുനിയാവുക്ക് വന്നതിന് ശേഷം കേട്ട ഏറ്റവും മോശപ്പെട്ട അഭിപ്രായം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാധാരണ മനുഷ്യനാണ് എന്ന അഭിപ്രായമാകുന്നു. പുണ്യ നബി നമ്മൾ ശരിക്കും പഠിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഷ്ക് ഉണ്ടായതിന്റെ ശേഷമാണ് ഇത്തിബാ വരുള്ളൂ.
ഇത്തിബാ ഉണ്ടായിട്ട് ഇഷ്ക് വരൂല. മുഅ്മിനീങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞത് ഇത്തിബാ ചെയ്തതുകൊണ്ട് ഇഷ്ക് വരൂല. ഇഷ്ക് വന്നാൽ ഇത്തിബാ വരുള്ളൂ. ഒരാൾ നിസ്കരിച്ച് നോയമ്പ് പറ്റി സുന്നത്തെടുത്ത് ഹജ്ജ് ചെയ്ത് സദഖ ഇതൊക്കെ ചെയ്തതുകൊണ്ട് അയാൾക്ക് നബിനോട് താല്പര്യം ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. താല്പര്യം ഉണ്ടായാൽ ഇതൊക്കെ ചെയ്യും, അത് വേറെ കാര്യം. താല്പര്യമാണ് ആദ്യം വരേണ്ടത്, മറ്റേത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ചില ആൾക്കാർ പറയും സുന്നത്താണ്ട് അധികരിപ്പിച്ചാൽ മതി, അപ്പൊ നബിനോടുള്ള ഇഷ്ടാണ്ട് ഉണ്ടായിക്കൊള്ളുന്നുണ്ടാവില്ല. ഇഷ്ടം ആദ്യം ഉണ്ടാവണം, എന്നാ സുന്നത്ത് ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട് വരും. അങ്ങനെയാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് താല്പര്യം ഉണ്ടാവണം, ഇഷ്ക് ഉണ്ടാവണം. അത് ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാവണം. അള്ളാന്റെ റസൂലേ, എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കലാണ് നബിയേ എന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യനായി മഹാനവറുകൾ മാറി. ഏത് കാര്യം നമ്മൾ പരിശോധിച്ചാലും അങ്ങനെയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഖത്തം തീർത്ത ആൾക്കാരുണ്ടാവും. തെറ്റി പറഞ്ഞതല്ല, ഞാൻ മനഃപൂർവ്വം പറഞ്ഞാണ്. ഞാൻ പറഞ്ഞപ്പോ മാറിയതല്ല, കൽപ്പിച്ചുകൂട്ടി പറഞ്ഞതാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഖത്തം തീർത്ത ആൾക്കാരുണ്ടാവും. എന്തേ കാരണം? ഖുർആൻ മുഴുവൻ ഇറങ്ങിയതിനു ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറച്ചാലേ ജീവിച്ചിട്ടുള്ളൂ. അതിനേക്കാളും ജീവിച്ച മനുഷ്യന്മാരുണ്ടാവും. എല്ലാ റമദാനിലും ഖത്തം തീർക്കുന്നുണ്ട്. അതുകൊണ്ട് സിദ്ദീഖുൽ അക്ബറിനേക്കാൾ ഖത്തം തീർത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ സ്വർഗത്തിലെ പേരിങ്ങനെ വായിക്കുമ്പോ ഒന്ന് അബൂബക്കർ സിദ്ദീഖ് എന്നാണ് പേരുള്ളത്. എന്തേ കാര്യം? നബിനോടുള്ള താല്പര്യമാണ് അതിന്റെ അടിസ്ഥാനം. ഖുർആൻ നമുക്ക് തന്നതല്ല, ഖുർആൻ നമുക്ക് മുഹമ്മദ് നബി തന്നതാണ്. അള്ളാഹു തആല നമുക്ക് നിസ്കാരം തന്നിട്ടില്ല. അള്ളാഹു നിസ്കാരം കൊടുത്തത് മുഹമ്മദ് നബിക്കാണ്. മുഹമ്മദ് നബി നമുക്ക് തന്നതാണ്. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം മുഹമ്മദ് നബിയാകുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം താല്പര്യമുണ്ടോ അത്രത്തോളം വിജയിക്കാൻ കഴിയും. എല്ലാ മനുഷ്യന്മാരും വിജയിച്ചു. ഒരിക്കലേ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വന്നു. അപ്പൊ വാതിൽ തുറന്നിട്ടുണ്ടായിരുന്നില്ല, നല്ല വെയിലുണ്ടായിരുന്നു. വെയില് കൊള്ളാതിരിക്കാൻ വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുമുറ്റത്ത് കുറെ മരങ്ങളുണ്ട്. അതിന്റെ ഒരു മരത്തിന്റെ ചോട്ടില് നബി തങ്ങൾ ഇരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നാമന പുത്രൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ മരച്ചോട്ടിൽ നബി തങ്ങൾ ഇരിക്കുന്നത് കണ്ടു. അന്ന് മുതൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും മഹാനവറുകൾ ആ മരത്തിന്റെ അടിയിൽ വെള്ളമൊഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് ചോദിച്ചു, വേറെയും കുറെ മരങ്ങളില്ലേ, എന്തെങ്കിലും ഈ മരത്തിന് മാത്രം വെള്ളം പാരുന്നതെന്ന് ചോദിച്ചു. പൊന്നാര നബി അതിന്റെ ചോട്ടിൽ ഇരിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ജീവിതകാലത്ത് ഇനി ആ മരം ഉണങ്ങുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ആ മനുഷ്യനെ ഈ ഉമ്മത്ത് മുത്തബിഉ സുന്ന, സുന്നത്തുകളെ പിന്തുടരുന്ന ആൾ എന്ന സ്ഥാനപ്പേര് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. അതാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ. അത് ഉണ്ടായ ഇത്തിബാ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു ബത്തക്ക കിട്ടി. വിത്തി ഒരു ബത്തക്ക. കുറെ സമയം അതിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നതിന് ശേഷം പിന്നെ വലത് ഭാഗത്തിരിക്കുന്ന ആൾക്ക് കൊടുത്തു. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, അല്ലയോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, നിങ്ങളെന്താ ബത്തക്ക തിന്നലില്ലേ എന്ന് ചോദിച്ചു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബത്തക്ക തിന്നാത്തത് കൊണ്ടല്ല, അല്ലാഹുവിന്റെ റസൂൽ ഇത് എങ്ങനെയാണ് മുറിച്ചത് എന്ന് ഓർമ്മ വരാത്തത് കൊണ്ടാണ്. നബി തങ്ങൾ മുറിച്ച അതേമാതിരി ബത്തക്ക മുറിക്കണമെന്നോ അല്ല നിർബന്ധമുണ്ടോ? അബ്ദുല്ലാഹി ഇബ്നു ഉമറിന് നിർബന്ധമുണ്ട്. കാരണം മൂപ്പരെ പേര് സ്വർഗത്തിൽ ആദ്യമായിട്ടുണ്ട്. അന്നെ നമ്മളെ നാട്ടിൽ നിന്ന് ഉംറക്കും ഹജ്ജിനൊക്കെ കുറെ ആൾക്കാർ പോകും അമീറന്മാരൊപ്പം. അങ്ങനെ ചെന്നിട്ട് ജബലുന്നൂറിന്റെ താഴെ പോയിട്ട് മേപ്പെട്ട് ഇങ്ങനെ നോക്കും. എന്നിട്ട് അമീർ പറയും, അതാ ദൂരക്ക് നോക്കിയാൽ ഒരു വെളുത്ത അടയാളം കാണില്ലേ, അത് മനുഷ്യന്മാര് കയറി പോണ അടയാളാണ്. അങ്ങോട്ട് കയറിയിട്ട് വലിയ പോരിശൊന്നുമില്ല. ഞമ്മക്ക് ഇവിടെ നിന്ന് ദോരക്ക് അൽഫാത്തിയ എന്ന് പറയും. പോരിശുണ്ട്, ഊരവേദന ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതിയല്ലോ, അല്ലാതെ പോരിശല്ല എന്ന് പറയേണ്ട കാര്യം എന്താ? നബി തങ്ങൾ കയറിയോടത്തേക്ക് കയറുന്നതിന് പോരിശുണ്ട് ഉണ്ട് എന്ന് സഹാബത്ത് വിശ്വസിച്ചിരുന്നു റളിയല്ലാഹു അൻഹും. അവർ ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയവരായും. ഒരാള് 10,000 റക്അത്ത് നിസ്കരിച്ചാൽ ഒരു സഹാബിന്റെ അടുക്കെത്തൂല.
ഒരാൾ 20,000 റക്അത്ത് നിസ്കരിച്ചാലും ജീവിതകാലം മൊത്തം നിസ്കരിച്ചാലും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരു സെക്കൻഡ് സമയം ഒരുമിച്ച് കൂടുകയും ഈമാനോടുകൂടെ മൗത്താവുകയും ചെയ്ത ഒരു സഹാബിന്റെ അടുക്കൽ എത്തൂല. എന്തേ കാരണം? അവിടുന്ന് കിട്ടുന്ന ഒരു ഈമാൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈമാനിന്റെ അടിസ്ഥാനം. മുഅ്മിനീങ്ങളെ, ഒരു കാര്യം ഞാൻ പറയാം. ഇഷ്ഖ് എന്ന് പറയുന്നത് ഈമാനാണ്. ഈമാൻ ശരിയാകാതെ അമലു സ്വാലിഹാത്ത് സ്വീകാര്യമല്ല. അമലു സ്വാലിഹാത്ത് ആകുന്നല്ല. ഒരു അമലു സ്വാലിഹാവണമെങ്കിൽ ഇഷ്ക് ക്ലിയർ ആയിരിക്കണം. കാരണം ഇഷ്ക് ഈമാനുമായി ബന്ധപ്പെട്ടതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യം ഈമാന്റെ ഭാഗമാണ്. ഈമാൻ ക്ലിയർ ആയാലേ ബാക്കിയൊക്കെ ക്ലിയർ ആവുള്ളൂ. അതുകൊണ്ട് ആഷിഖിന്റെ ഈമാനാണ് ക്ലിയർ ഈമാൻ. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉദാഹരണമാണ്. എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയൊക്കെ ജുമയൊക്കെ എന്നാല് ഖത്തീബ് മുടങ്ങാതെ മൂപ്പരെ പേര് പറഞ്ഞിരുന്ന നമുക്ക് അറിയായിട്ടല്ല. ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യന്റെ പേരൊന്ന് ഇടക്കിടക്ക് കേട്ടോട്ടെ എന്ന് എഴുതിയിട്ട് തന്നെയാണ്. പേര് കേൾക്കുമ്പോ നമുക്ക് ഇങ്ങനെ ഓർമ്മ വരും. ഒരു മനുഷ്യന്റെ പേര് പറയുമ്പോൾ അയാളെ ഓർമ്മ വരുമെന്നാണ്. ഏത് മനുഷ്യന്മാരെ പേര് പറഞ്ഞാലും ഓർമ്മ വരുമെന്നാണ്. അതുകൊണ്ട് സ്വാലിഹീങ്ങളുടെ പേര് പറയൽ പുണ്യമായ കാര്യമായി. വെറുതെ അമ്പിയാക്കളെ പേരിങ്ങനെ പറയാം, നല്ലതാണ്. صالح وإبراهيم كل متبع لوط وإسماعيل إسحاق كذا يعقوب يوسف وأيوب اهتدى شعيب هارون وموسى اليسع ذو الكفل داود سليمان التبع. വെറുതെ പറയാ, കൂലിട്ടും കേട്ടാലും കൂലിട്ടും. عائشة وحفصة وسودة صفية ميمونة ورملة هند وزينب كذا جويرية للمؤمنين أمهات مرضية. വെറുതെ പറഞ്ഞാ കൂലിട്ടും. ബദരീങ്ങളെ പേര് വെറുതെ ഇങ്ങനെ പറയുന്നേ കുടിയിരിക്കലാണ്. അങ്കോസ്മാലത് 2 ദിവസം ഓതിയിട്ട് പിന്നെ മറിച്ച് വെക്കുക. قال شيخ الداراني رحمه الله أن الدعاء مستجاب عند ذكر أسماء أهل بدر. വെറുതെ പേര് ഇങ്ങനെ പറയുന്നേ. അലിഫൻ സുബൈറു യുബ്രിഉ സഅദുൻ സഈദുൻ ഹാനിഉ അസ്അദു ഇമ്രാനു വഉ ബയ്യുൻ അബ്ദുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. വെറുതെ പേര് പറഞ്ഞാൽ കൂലിട്ടു തന്നെ സംഗതി. അപ്പൊ എന്താ പേര് പറയുമ്പോ ഉണ്ടാകുക? പേര് പറയുമ്പോ നമ്മക്ക് ഓലെ ചരിത്രം ഇങ്ങനെ ഓർമ്മ വരും. വെള്ളിയാഴ്ച പള്ളിക്ക് ചെന്നിട്ട് ഖത്തീബ് മിമ്പർമ കയറിയിട്ട് കിസ്റയെയും കൈസറിനെയും വിറപ്പിച്ച രാജാവ് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ് എന്ന് പറയുമ്പോ നമ്മളെ കൽബിക്കണ് വരണം. ഈ ഉമ്മത്തിൽ അമീറുൽ മുഅ്മിനീൻ എന്ന് ആദ്യമായി വിളിക്കപ്പെട്ട ആള് ഉമർ ബിനുൽ ഖത്താബാണ്. അതിന്റെ മുമ്പ് ഖലീഫ എന്നാ വിളിച്ചിരുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫത്തു റസൂലില്ലാഹ് അല്ലെങ്കിൽ ഖലീഫ എന്നാണ് വിളിച്ചിരുന്നത്. ഈ ഉമ്മത്തിൽ ആദ്യമായി അമീർ എന്ന് വിളിക്കപ്പെട്ട ആള് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആകുന്നു. മൂപ്പരാണ്ട് ഓർമ്മ വരും, മൂപ്പര മക്കളെ ഓർമ്മ വരും, എല്ലാരും ഓർമ്മ വരും. അഹ്ലു ബൈത്തിന്റെ കണ്ണി ശേഷിക്കുന്നത് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു മുഖേനയാണ്. കർബലയിൽ വെച്ച് എല്ലാവരും കൊല്ലപ്പെടുകയാണ് നബി കുടുംബം സല്ലല്ലാഹു അലൈഹി വസല്ലം. സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു ആണ് അതിൽ അവശേഷിക്കുന്നത്. അതിന്റെ കാരണം മൂപ്പർക്ക് സുഖമില്ലായിട്ട് പോകാതിരുന്നാണ്. എല്ലാ അസുഖവും ഷർറാന്ന് വിചാരിക്കേണ്ട, ചിലതെണ്ണം ഭയങ്കര ഹൈറൈക്കാരൻ. സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിന് പനി ഉണ്ടായതാണ് ഹൈറായത്. അഹ്ലു ബൈത്ത് ശേഷിക്കാൻ കാരണം അതാണ്. മൂപ്പർക്ക് ദണ്ണം ഉണ്ടായതുകൊണ്ട് പോകാൻ പറ്റിയില്ല. എല്ലാ ദണ്ണവും ഹൈറൊന്നും അല്ല, എന്നാൽ എല്ലാ ദണ്ണവും ഷെറും അല്ല. എപ്പോഴും നമ്മൾ ദണ്ണം മാറാൻ വേണ്ടി ദ്വാരക്കേണ്ടത് പഠിച്ചോരെ ഹൈറാണെങ്കിൽ മാറ്റി തരണേതാണ്. എല്ലാ ദണ്ണവും മാറല് ഹൈറല്ല, എല്ലാ ദണ്ണവും ഉണ്ടാവല് ഷെറല്ല. സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിന് അസുഖം ഉണ്ടായതുകൊണ്ട് മാത്രം അഹ്ലു ബൈത്ത് അവശേഷിച്ചു. മഹാനായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തു, ഖലീഫയായി ഭരണം നടത്തി, ഒരുപാട് ഉമ്മത്തിന് നേട്ടങ്ങൾ നൽകി. മഹാനവർകൾ വഫാത്തായി.
മഹാനവറുകൾ വഫാത്തായപ്പോ എല്ലാരും കൂടിയിട്ട് മഹാനവറുകളെ കുളിപ്പിച്ചപ്പോ പെരടിയിൽ ഭയങ്കരമായിട്ടൊരു അടയാളം കണ്ടു. മുതുകത്ത് പുറത്ത് ഭയങ്കര അടയാളം. നമ്മളെ ഈ ലോഡിങ്ങേരൊക്കെ മാരത്തെ ഭയങ്കര ഒരു തയമ്പ് പുറത്ത്, യൂണിയൻകാരൊക്കെ മാരത്തെ ഒരു തയമ്പ് കണ്ടു. പിന്നെ മരിക്കുന്ന സമയത്ത്, കുളിപ്പിക്കുന്ന സമയത്ത് ഈ ആളിൽ എന്തേലും കണ്ടാല് പറയാൻ പാടില്ലല്ലോ എന്ന് കരുതിയിട്ട് കുളിപ്പിച്ചവരാരും പുറത്ത് പറഞ്ഞില്ല. പക്ഷെ ഒരു സംഭവം ഉണ്ടായി. നാട്ടിലെ എല്ലാ സാധുക്കളുടെ വീടിന്റെ മുമ്പിലും നേരം വെളുത്ത് നോക്കുമ്പോ ഓരോ ഗോതമ്പിന്റെ ചാക്ക് ഇടക്കിടക്ക് കണ്ടിരുന്നു. രാത്രി കടന്നുറങ്ങുമ്പോ ഉണ്ടാവില്ല. രാവിലെ നേരം നിൽക്കുമ്പോ സാധുക്കളായ എല്ലാവരുടെയും പേരന്റെ വാതിലുമൊക്കെ ഒരു ഗോതമ്പിന്റെ ചാക്ക് ഇങ്ങനെ കൊടുന്ന് ചാരി വെച്ചിട്ടുണ്ടാവും. സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു വഫാത്തായതിനു ശേഷം ആ ഗോതമ്പിന്റെ ചാക്ക് കാണാതെയായി. അപ്പൊ ആൾക്കാർക്കിടയിൽ ചർച്ചയായി, ആരെപ്പ ഈ ഗോതമ്പ് ചാക്ക് കൊടുന്ന ചെയ്യുന്നത്? അപ്പൊ കുളിപ്പിച്ചവര് പറഞ്ഞു, പുറത്ത് ഞങ്ങള് ലോഡിങ്ങേരമായിട്ടൊരു അടയാളം തയമ്പ് കണ്ടിരുന്നു. രാത്രി എല്ലാരും ഉറങ്ങിയേക്കിനെ മഹാനവറുകൾ ഗോതമ്പിന്റെ ചാക്ക് ചുമലിലേറ്റിയിട്ട് പെരന്റെ മുന്നിൽ കൊണ്ടുവച്ച് പോരലായിരുന്നു പതിവ്. അഹ്ലുൽ ബൈത്തിനെ കൊണ്ട് ഈ ഉമ്മത്തിന് ഒരുപാട് കാര്യം കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഉമ്മത്തിന് എന്തെങ്കിലും കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ അഹ്ലുൽ ബൈത്തിനെ കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്. അത് ഈമാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഉസൂലാകാൻ, ചെന്നു ചേരാൻ അതിലേറെ എളുപ്പമുള്ള മറ്റൊരു വഴിയുമില്ല. എന്റെ കുടുംബത്തെ ഇഷ്ടപ്പെട്ടവൻ എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഒരിക്കൽ നബി തങ്ങൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നാലെ മണ്ടി ഒരു ഗ്രൗണ്ടിൽ കൂടി. നബി തങ്ങൾ ഇങ്ങനെ എടുക്കാൻ പോവുകയാണ്. അപ്പൊ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരു ഗ്രൗണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ കുട്ടികളൊപ്പം കളിച്ചിട്ടുണ്ട്. നമ്മളെ ഭാഷ പറഞ്ഞ പന്ത് കളിച്ചിട്ടുണ്ട് കൂട്ടിക്കോളി. പന്ത് കളിച്ചിട്ടുണ്ട് ഞാൻ എവിടെയും കണ്ടോന്നല്ല, ഇതിന്റെ മകൻ പറഞ്ഞതാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഗ്രൗണ്ടിൽ നിന്നാണ്ട് കളിച്ചാണ്. നബി തങ്ങൾ ചെന്നപ്പോ വിളിച്ചപ്പോ മണ്ടിയപ്പോ നബി തങ്ങൾ ഒപ്പം മണ്ടി, കിട്ടോളം മണ്ടി. കിട്ടിയപ്പോ പിടിച്ചുകാണ്ട് ഉമ്മ വെച്ചിട്ട് പറഞ്ഞു, ഹുസൈനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഹബീബുനാ റസൂലുള്ളാഹി. അഹ്ലുൽ ബൈത്തിനോടുള്ള സ്നേഹം മുത്തുനബിയോടുള്ള സ്നേഹമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ സ്നേഹിക്കും ബഹുമാനിക്കും വേണം. നിബിതങ്ങളോട് ബന്ധപ്പെടുന്ന കാര്യം മാത്രമേ വിജയിക്കുള്ളൂ, അല്ലാത്തൊക്കെ തോൽക്കും. മുസ്തഫ നബി തങ്ങളോട് ബന്ധപ്പെടുന്ന കാര്യം മാത്രമേ വിജയിക്കുക. ആദം നബി അലൈഹി ഇസ്ലാം കഅബ ഉണ്ടാക്കി, അല്ലെങ്കിൽ അതിന് മുന്നേ മലക്കുകൾ ഉണ്ടാക്കി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പുതുക്കി പണിതു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പുതുക്കി പണിയാൻ കാരണം നൂഹ് നബിയുടെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കഅബ പൊളിഞ്ഞതാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പുതുക്കി പണിതതിനു ശേഷം അബ്ദുൽ മുത്തലിബ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അബ്രഹത്ത് രാജാവ് പൊളിക്കാൻ വന്നു ആനപ്പടയുമായി. അല്ലാഹു തആല അബാബിൽ എന്ന പക്ഷികളെ അയച്ചുകൊണ്ട് ആനപ്പടയെ നശിപ്പിച്ചു. ആ അല്ലാഹു തആലക്ക് നൂഹ് നബിന്റെ കാലത്ത് എന്തേലും സംരക്ഷിക്കാൻ പറ്റിയിരുന്നില്ലേ? നൂഹ് നബിന്റെ കാലത്ത് പൊളിച്ച അല്ലാഹ് തന്നെയാണ് അബ്ദുൽ മുത്തലിബിന്റെ കാലത്ത് സംരക്ഷിക്കുന്നത്. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? നിലയങ്ങള് മലക്കുകൾ ഉണ്ടാക്കിയ, അല്ലെങ്കിൽ സയ്യിദ്നാ അബുൽ ബശറായ ആദം നബി അലൈഹി ഇസ്ലാം ഉണ്ടാക്കിയ കഅബ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ പൊളിച്ചതും അല്ലാഹു തആലയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഉണ്ടാക്കിയ കഅബ അബ്ദുൽ മുത്തലിബിന്റെ കാലത്ത് പൊളിക്കാൻ വന്നവരെ തകർത്തതും അല്ലാഹു തആലയാണ്. രണ്ട് കഅബയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. രണ്ട് കഅബയും കൂടി ഒരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഅബ ഉണ്ടാക്കിയിട്ട് ഒരു വർത്തമാനം പറഞ്ഞു, അതാ വ്യത്യാസം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഅബ ഉണ്ടാക്കിയിട്ട് രണ്ട് കൈകൊണ്ട് ഉയർത്തിങ്ങാണ്ട് പറഞ്ഞു, റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചോനെ കബൂലാക്കണേ. റബ്ബനാ വബഅസ് ഫീഹിം റസൂലാ, പടച്ചോനെ ഈ ഇസ്മാഈലിന്റെ സന്താന പരമ്പരയിൽ നീ ഒരു റസൂലിനെ അയക്കണേ എന്ന് ദുആ ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ രണ്ട് മക്കളെ നബിയാക്കി. ഇസ്ഹാഖ് നബി, നബിയുടെ മകൻ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമി. യാക്കൂബിന്റെ ഓമന പേരാണ് ഇസ്രായേൽ. ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളാണ്. ഇബ്രാഹിം നബിക്കും ഇസ്ഹാഖ് നബിക്കും യാക്കൂബ് നബിക്കും ശേഷം ലോകത്ത് വന്ന മിക്കവാറും അമ്പിയാക്കൾ ബനു ഇസ്രായേലിലാണ്.
അതിന്റെ ശേഷം ഒരു നബി മാത്രമാണ് ബനു ഇസ്രായേലിൽ അല്ലാതെ വന്നിട്ടുള്ളത്. അത് മുഹമ്മദ് നബിയാണ്, ഇസ്മായിൽ അലി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽ. ശ്രദ്ധിക്കണങ്ങളെ ഞാൻ ഈ പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഅബ ഉണ്ടാക്കിയിട്ട് തോരന്ന് പഠിച്ചോനെ, ഇസ്മായിലിന്റെ സന്താന പരമ്പരയിൽ ഒരു നബിനെ വരുത്തണേ, അതിനാണ് കഅബ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു. മുഹമ്മദ് നബി വരാനാണ് കഅബ ഉണ്ടാക്കുന്നത് എന്നർത്ഥം. എന്തിനാ കുടിയിരിക്കുമ്പോ അങ്കൂസ് മൗലിദ് എന്നുള്ളതിന്റെ ഉത്തരാണത്. എന്തിനാ കുടിയിരിക്കുമ്പോ അങ്കൂസ് മൗലിദ്? കഅബ ഉണ്ടാക്കിയിട്ട് ഇബ്രാഹിം നബി പറഞ്ഞു ഇത് മുഹമ്മദ് നബിക്ക് വരാനാണ്. അബ്രഹത്ത് രാജാവ് ആനപ്പടയുമായി വന്നപ്പോ ചെറിയ പക്ഷികളെ കൊണ്ട് അള്ളാഹു നശിപ്പിക്കാനുണ്ടായ കാരണം ഇത് മുഹമ്മദിന് വരാനാണെന്ന് ഉണ്ടാക്കിയ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞിരുന്നു എന്നതാണ്. അള്ളാഹു തആല നൂഹ് നബിന്റെ കാലത്ത് കഅബ പൊളിച്ചു. അങ്ങനെ ഒരു വർത്താനം ഉണ്ടാക്കിയപ്പോ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാരണം. ഈ ലോകത്തിലെ എല്ലാ രഹസ്യവും മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കെട്ടിച്ചിട്ടില്ല. മറിയം ബീവിയെ ആരും കെട്ടിച്ചില്ല. മറിയം ബീവിയെ ആരും കല്യാണം കഴിച്ചില്ല. എന്താ കാരണം? സ്വർഗത്തുനിന്ന് മുഹമ്മദ് നബിക്ക് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണത്. ഇവിടെ എന്തെല്ലാം സംഭവിച്ചോ അതിന്റെ പിന്നിൽ മുഹമ്മദ് നബിയാണ്. ഇവിടെ എന്തെല്ലാം സംഭവിക്കാതിരുന്നിട്ടുണ്ടോ അതിന്റെ പിന്നിലും മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹ്ശറയിൽ എല്ലാവരും എത്തും. കോടാനക്കോടി മനുഷ്യന്മാര് മഹ്ശറയിൽ ഒരുമിച്ച് കൂടും. മഹ്ശർ ഏറ്റവും ചുരുങ്ങിയത് 50,000 കൊല്ലാണ്. ഏറ്റവും ചുരുക്കി കൂട്ടിയാൽ മഹ്ശർ 50,000 കൊല്ലമാണ്. ചെമ്പിന്റെ തറ, സൂര്യൻ ഒരു ചാൺ ഉയരത്തിൽ എന്നത് എത്ര ആലങ്കാരിക പ്രയോഗമാണ് എന്ന് വിചാരിച്ചാലും ചൂടുണ്ടാകും എന്നതിലൊരു തർക്കമില്ല. സൂര്യൻ ഒരു ചാൺ ഉയരത്തിൽ നിന്നത് ആലങ്കാരികമായി പറഞ്ഞതാണെന്ന് വെക്കുക. എന്നാൽ പോലും അതിശക്തമായ ചൂടുണ്ടാകും എന്നതിലൊരു തർക്കമില്ല. നെരിയാണി വരെ വിയർപ്പുള്ളവരുണ്ടാവും, കാലിന്റെ മുട്ട് വരെ വിയർപ്പുള്ളവരുണ്ടാവും, അര വരെ വിയർപ്പുള്ളവരുണ്ടാവും, ചുമല് വരെ വിയർപ്പുള്ളവരുണ്ടാവും, ചെവി വരെ വിയർപ്പുള്ളവരുണ്ടാവും, മൂക്ക് വരെ ഉള്ളവരുണ്ടാവും, വിയർപ്പിൽ മുങ്ങിത്താഴുന്നവരുണ്ടാവും. അതാണ് അന്നത്തെ അവസ്ഥ. അങ്ങനെ അവസാനം ഇവിടുന്ന് ഒന്നാണ്ട് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. സ്വർഗത്തിലേക്കായാലും വേണ്ടില്ല, നരകത്തിലായാലും വേണ്ടില്ല എന്ന് പറയാൻ വേണ്ടി എല്ലാരും കൂടി ആദം വല്ലിപ്പാന്റെ അടുത്തേക്ക് ചെല്ലും. സ്വർഗത്തിക്കായാലും വേണ്ടില്ല, നരകത്തിക്കായാലും വേണ്ടില്ല എന്ന് പറയണമെങ്കിൽ നമ്മളാരും നരകത്തിക്കായാലും വേണ്ടില്ല എന്ന് പറയില്ല. കാരണം നമ്മളെ മുമ്പിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഞാൻ പറയില്ല, നിങ്ങൾ പറയുമെന്നാവോ? പറയരുത്, ആരും പറയരുത്, നമ്മളത് പറയില്ല. ആ പറയണവരാ കൂട്ടത്തിലുണ്ട്, അതുകൊണ്ടാണ്. നരകത്തേക്ക് പോവാനുള്ളവരാ കൂട്ടത്തിലുണ്ട്, അതുകൊണ്ടാണോ അല്ല അങ്ങനെ പറയണത്? അപ്പൊ ഫിറഔനുണ്ട് എന്നർത്ഥം, നമ്രൂദുണ്ട്, ആറൂനുണ്ട്, അബുജാഹിലുണ്ട്. പറയാൻ പോണേല് ആദം വല്ലിപ്പാന്റെ അടുത്ത് എന്നിട്ട് പറയും, വല്ലിപ്പ ഇടങ്ങാറായിട്ടുണ്ട്, ഇവിടുന്ന് ഒന്നാണ്ട് കഴിച്ചിലാകാൻ വേണ്ടി ഇങ്ങളൊന്ന് പറയോ? മൂപ്പര് പറയും, നടക്കൂല കുട്ടികളെ, ഞാൻ എന്റെ കാര്യത്തിൽ തന്നെ വലിയ ബേജാറിലാണ്. നൂഹ് നബിന്റെ അടുത്തെല്ലും, ഇബ്രാഹിം നബിന്റെ അടുത്തെല്ലും, ഇസ്ഹാഖ് നബിന്റെ അടുത്തെല്ലും, ലൂത്ത് നബിയുടെ അടുത്തെല്ലും, എല്ലാവരുടെ അടുത്തും ചെല്ലും. എല്ലാരും പറയും കഴിയൂല. അവസാനം മുഹമ്മദ് നബിയുടെ അടുക്കൽ ചെല്ലും, നിങ്ങളൊന്ന് പറയോ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞോളാന്ന് പറയും. അള്ളാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് പോയി സുജൂദിൽ കിടക്കും. ദീർഘമായ സുജൂദിനൊടുവിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയും, മുഹമ്മദ് മുഹമ്മദ് തല ഉയർത്തു, എന്താവശ്യമാണെങ്കിലും പറഞ്ഞോളി തരാലോ എന്ന് പറയും. മുഹമ്മദേ തല ഉയർത്തു എന്നാണ്, റസൂലെ തല ഉയർത്തു എന്നല്ല, നബിയെ തല ഉയർത്തു എന്നല്ല. നബി തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല മുഹമ്മദേ എന്ന് അതിന്റെ മുന്നേ ഒറ്റ തവണയും വിളിച്ചിട്ടില്ല, ശേഷം വിളിക്കൂല, ഒരു പ്രാവശ്യം മാത്രമേ വിളിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളെ വിളിച്ചത് മുഴുവൻ പരിശോധിച്ച് നോക്കി, യാ മുഹമ്മദ് എന്നൊരിക്കലും വിളിക്കണില്ല. യാ അയ്യുഹൻ നബിയ്യു എന്ന് വിളിക്കുന്നുണ്ട്, യാ അയ്യുഹർ റസൂലു എന്ന് വിളിക്കുന്നുണ്ട്, യാ അയ്യുഹൽ മുസമ്മിലു എന്ന് വിളിക്കുന്നുണ്ട്, യാ അയ്യുഹൽ മുദ്ദസ്സിറു എന്ന് വിളിക്കുന്നുണ്ട്, ത്വാഹ എന്ന് വിളിക്കുന്നുണ്ട്, യാസീൻ എന്ന് വിളിക്കുന്നുണ്ട്. യാ മുഹമ്മദ് എന്ന അള്ളാഹു നബി തങ്ങളെ ഒരിക്കൽ പോലും വിളിക്കുന്നില്ല, ഒറ്റ വട്ടാണ് വിളിക്കുന്നത്. ഷഫാഅത്തിന് വിളിക്കുമ്പോ വിളിക്കും, ഇർഫഅ റസക യാ മുഹമ്മദ്, മുഹമ്മദേ തല ഉയർത്തു എന്ന് പറയും. എന്താ റസൂലും മുഹമ്മദും തമ്മിലുള്ള വ്യത്യാസം? എന്താ നബിയും മുഹമ്മദും തമ്മിലുള്ള വ്യത്യാസം?
എന്താ ത്വാഹയും മുഹമ്മദും തമ്മിലുള്ള വ്യത്യാസം? എന്താ മുസമ്മിലും മുഹമ്മദും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നബിയായത് 40-ാം വയസ്സിലാണ്, റസൂലായത് 40-ാം വയസ്സിലാണ്, മുഹമ്മദായത് അതിന്റെ മുന്നേ ഒരു റബീഉൽ അവ്വൽ 12-നാണ്. എന്താ റബീഉൽ അവ്വൽ 12-ന്റെ പ്രത്യേകത? എന്തിനാ അന്ന് ചാടുന്നത്, എന്തിനാ അന്ന് ആടുന്നത്, എന്തിനാ പാടുന്നത്? ബഹുമാനപ്പെട്ട സയ്യിദുനാ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി തങ്ങളുടെ മുമ്പിൽ വന്നു. ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ മുമ്പിൽ വന്നപ്പോ നബിക്ക് ജഅഫർ റളിയല്ലാഹു അൻഹുവിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അബൂ താലിബാണല്ലോ നബിനെ വളർത്തിയിരുന്നത്, അതുകൊണ്ട് ജഅഫറിനോട് ഭയങ്കര ഇഷ്ടമാണ് നബി തങ്ങൾക്ക്. ജഅഫർ ബിൻ അബീ താലിബ് വന്ന് മുന്നിൽ നിന്നപ്പോ നബി തങ്ങൾ പറഞ്ഞു, ജഅഫറെ ഇജിന്റെ അതേ മാതിരി ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ സയ്യിദുനാ ജഅഫർ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഡാൻസ് ചെയ്തു എന്ന് സീറത്തുൽ ഹലബിയിലെ രേഖയുണ്ട്. അവരൊറ്റ വർത്താനം ഇജിന്റെ മാതിരി ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ മൂപ്പർക്ക് പിന്നെ പുഴുത്താണ് വിട്ടു, ഡാൻസാണ് കളിച്ചു. ആര്? ജഅഫർ ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു പറഞ്ഞാളി, എന്തിനാ റബീഉൽ അവ്വൽ 12-ന് ചാടുന്നത്, എന്തിനാ മുട്ടണത്, എന്തിനാ കൊട്ടണത്, എന്തിനാ ഘോഷയാത്ര, എന്തിനാ പായസം, എന്തിനാ പൂർവ്വ വിദ്യാർത്ഥികൾ പാടുന്നത്, എന്തിനാ ക്യാഷ് അവാർഡ്? ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. മുഹമ്മദായ ദിവസമാണ് റബീഉൽ അവ്വൽ 12. 40-ന് മുമ്പുള്ള മുഹമ്മദിന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായിരുന്നോ എന്ന് ഒരാൾ പറഞ്ഞാൽ ഈ ദീനിൽ നിന്ന് ഓൻ പുറത്താണ്. 40 വയസ്സിന് മുമ്പുള്ള മുഹമ്മദിന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായിരുന്നു എന്നൊരാൾ പറഞ്ഞാൽ അവൻ ഈ ദീനിൽ നിന്ന് പുറത്തായിരിക്കും. ആ മുഹമ്മദിനെയാണ് വിളിക്കുന്നത് ഷഫാഅത്തിന് വിളിക്കുമ്പോഴേ ഷഫാഅത്തിന് ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാനമാണുള്ളത്. മുഹമ്മദിനാണ് സമ്മതിച്ച ഷഫാഅത്തും തുടങ്ങും. മുഹമ്മദ് അല്ലാതെ വേറെ ആരുമില്ലെന്ന് സമ്മതിച്ചാൽ ഷഫാഅത്ത് തുടങ്ങി. ഷഫാഅത്ത് തുടങ്ങിയപ്പോഴാ കയ്യ, തുടങ്ങുമ്പോ തന്നെ കയ്യും. നമ്മൾ വിചാരിച്ച മാതിരി ഷഫാഅത്ത് എന്ന് പറഞ്ഞാല് തുടങ്ങി ഇനിയിപ്പോ ഏതായാലും ഇന്റെ പേര് വിളിക്കാൻ ഒരു 4 കൊല്ലം എടുക്കും, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. അത് തുടങ്ങാനേ പണിയുള്ളൂ. തുടങ്ങിയ അപ്പൊ തന്നെ തീർന്നു. തുടങ്ങി കിട്ടിയാ മതി. തുടങ്ങാൻ 50,000 കൊല്ലം. തുടങ്ങിയ അപ്പൊ തന്നെ തീർന്നു. അള്ളാഹു തആലയാണ് നടത്തുന്നത്, അല്ലാതെ വേറെ ആരും അല്ല. അതപ്പൊ തന്നെ തീരും. എല്ലാരും നോക്കും, എല്ലാരും ഉഷാറായിട്ട് നോക്കും, ശരിക്ക് കണക്ക് കൂട്ടും, കണക്കൊന്നും തെറ്റിക്കൂല. ഞാൻ ബയാൻ ചെയ്തപ്പോൾ കണക്ക് തെറ്റി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എല്ലാരും വേഗം നോക്കും. തുടങ്ങി കിട്ടാൻ ഭയങ്കര പണിയാ. തുടങ്ങി കിട്ടണമെങ്കിൽ ഒരു കാര്യം സമ്മതിക്കണം, മുഹമ്മദ് അല്ലാതെ വേറെ ആരുമില്ല. എന്നാ പിന്നെ ഞമ്മക്ക് എല്ലാവർക്കും അറിയാലോ ഇത് മുഹമ്മദ് നബിയോട് പറഞ്ഞാലേ നടക്കുള്ളൂന്ന്. നമുക്ക് ആയം തന്നെ അങ്ങോട്ടാണ് പോയാ പോരെ? പോവില്ല. എന്നാ പിന്നെ ആയം തന്നെ അവിടേക്കാണ് പറയാൻ പോയാൽ മതിയല്ലോ, നമ്മള് പോവില്ലല്ലോ. എന്താ കാര്യം? ഒക്കെ പോയി പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോഴേ ഉറപ്പാവുള്ളൂ നടക്കൂല. എല്ലായിടത്തും പോയി പറഞ്ഞ് നടക്കൂലെന്ന് ഉറപ്പിച്ചിന് വന്നിട്ട് നിങ്ങളല്ലാതെ വേറെ ആരുമില്ല എന്നാണ് പറഞ്ഞാല് ഷഫാഅത്ത് തുടങ്ങും. അപ്പൊ തന്നെ ഹിസാബാണ് തുടങ്ങും. സംഗതി കൊണ്ട് ഓക്കെ ആവും. തന്നെ വിഷയം മുഹമ്മദ് അല്ലാതെ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിനൊരു രഹസ്യമില്ല. ആ രഹസ്യത്തെ നമ്മൾ സമ്മതിക്കുമ്പോ മുഹമ്മദ് നബിയോടൊരു ഇഷ്ക് ഖൽബിലുണ്ട് വരും. അത് ബുദ്ധിപരമായാൽ പോരെന്നാണ്, അത് പ്രകൃതിപരമായിരിക്കണം. നബി തങ്ങളോടുള്ള ഇഷ്ക് 2 തരത്തിലുണ്ടെന്നാണ്. ഒന്ന് അഖ്ലിയായ ഇഷ്കുണ്ട്, രണ്ടാമത്തത് തബഇയായ ഇഷ്കുണ്ട്. ബുദ്ധിപരമായ ഇഷ്കുണ്ട്. ബുദ്ധിപരം എന്ന് പറഞ്ഞാൽ എങ്ങനെ? ആലോചിച്ചപ്പോ മനസ്സിലായി നബിനെ സ്നേഹിച്ചില്ലെങ്കിൽ കട്ട പുകയാണ് എന്ന് മനസ്സിലായതുകൊണ്ട് സ്നേഹിക്കാൻ തീരുമാനിച്ചാൽ അത് ബുദ്ധിപരമാണ്. ഒരു കാര്യം അതുകൊണ്ടില്ല. വേണ്ടാന്ന് കരുതിയാലും നബിനാണ്ട് സ്നേഹിക്കാതിരിക്കാൻ പറ്റണില്ല. അതിനാണ് തബഇയ്യ സ്നേഹം എന്ന് പറഞ്ഞത്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് ഉണ്ടാവേണ്ടത് തബഇയ്യായ സ്നേഹമാണ്. സ്നേഹിക്കാൻ പറ്റണില്ല എന്നൊരവസ്ഥ വരാൻ പറ്റൂല. സ്നേഹിക്കണ്ടെന്ന് കരുതിയാലും സ്നേഹിക്കാതിരിക്കാൻ കഴിയണില്ല എന്നൊരവസ്ഥ വരണം. അതിനാണ് തബഇയ്യായ സ്നേഹം എന്ന് പറയുന്നത്. അതൊരു മനുഷ്യനുണ്ടെങ്കിൽ പിന്നെ അവന്റെ അമല് സഹിയാവും. ഓൻ സുന്നത്ത് അറിയാതെ വരും ഓന്റെ അടുത്ത്. ഓന്റെ ശരീരത്തിൽ, ഓന്റെ ജീവിതത്തിൽ, ഓന്റെ പ്രവർത്തനത്തിൽ, ഓന്റെ മനസ്സിൽ നബിതങ്ങളോടുള്ള താല്പര്യവും ഇഷ്കവും മഹബത്തുമാണ് ഉണ്ടെങ്കിൽ ജീവിതത്തിൽ അതിന്റെ പ്രകടനങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട് വരും. ആ വരവാണ് ശരിക്ക് വേണ്ടത്. അതിനാണ് ഇത്തിബാ എന്ന് പറയുന്നത്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഞ്ചോട് ഇഞ്ച്, ചാണോട് ചാണ് നമ്മൾ പിന്തുടരണം. നബിതങ്ങൾ എങ്ങനെയാണോ വർത്താനം പറഞ്ഞത് അങ്ങനെ വർത്താനം പറയണം.
മുസ്തഫ നബി തങ്ങൾ എങ്ങനെയാണോ ചിരിച്ചത് അങ്ങനെ തന്നെ ചിരിക്കണം. നബി തങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും പൊട്ടിച്ചിരിച്ചിട്ടില്ല. ഇന്നമാക്കാന യതബസ്സമു, നബി തങ്ങൾ പുഞ്ചിരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. 63 കൊല്ലം വർത്താനം പറഞ്ഞിട്ട് തിരിച്ചെടുക്കേണ്ട ഒരു വാക്ക് പോലും മുഹമ്മദ് നബി പറഞ്ഞിട്ടില്ല എന്നതാണ് നബി തങ്ങളുടെ സംസാരത്തിന്റെ പ്രത്യേകത. 63 കൊല്ലം വർത്താനം പറഞ്ഞിട്ട് ഞാൻ ആ പറഞ്ഞത് ഇന്റെ അബദ്ധം പറ്റിപ്പോയതാണ്, നിങ്ങൾ പൊരുത്തപ്പെട്ടാളി എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരത്തെ നമ്മൾ അനുകരിക്കണം. നബി തങ്ങളുടെ വേഷവിധാനത്തെ നമ്മൾ സ്വീകരിക്കണം. നബി തങ്ങളുടെ നടത്തത്തെ നമ്മൾ പിന്തുടരണം. മുസ്തഫ നബി തങ്ങളുടെ ഇരുത്തത്തെ പിന്തുടരണം. നബി തങ്ങളുടെ ഭക്ഷണ രീതിയെ പിന്തുടരണം. എല്ലാം പിന്തുടരണം. ഒരിക്കലൊരു സഹാബിയുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സാധു മനുഷ്യനായിരുന്നു, വരുമാനം ഒന്നുമില്ല. അപ്പോ മൂപ്പര് ചെരങ്ങോണ്ട് കറി വെച്ചതാണ് ഉണ്ടായിരുന്നത്. വീട്ടുകാരൻ പറഞ്ഞു, നബിയെ കാര്യമായിട്ടൊന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല, ഞാൻ ഒരു സാധുവാണ്, നിങ്ങൾക്ക് അറിയാലോ, ചെരങ്ങോണ്ടുള്ള കറിയാണുള്ളത് എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, ചെരങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് എന്ന് പറഞ്ഞ അന്ന് മുതൽ സഹാബത്ത് റളിയല്ലാഹു അൻഹും പച്ചക്കറി മാർക്കറ്റിൽ പോകുമ്പോ ഒരു കഷ്ണമെങ്കിലും ചെരങ്ങ വാങ്ങാതെ മടങ്ങാറുണ്ടായിരുന്നില്ല. അതിന്റെ പേരാണ് ഇഷ്ക്. ആദ്യം നമ്മക്കുണ്ടോ നമ്മളും കഴിച്ചില്ലാവും. ഈ ഒരു സാധനമാണ് നമ്മക്ക് വേണ്ടത്. വാസ്തവത്തിൽ ആ സഹാബി പൈസ ഇല്ലാത്തതുകൊണ്ട് ചെരങ്ങക്കറി വെച്ചതാണ്. നബിതങ്ങൾ ഓനെ നിരാശയാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞതാണ്. എന്നാൽ പോലും അങ്ങനെ ആയിക്കോട്ടെ, അതിനെന്താ, സഹാബത്ത് മാർക്കറ്റിൽ പോകുമ്പോ ഒരു കഷ്ണം ചെരങ്ങ വാങ്ങിയിട്ടേ പോരുള്ളൂ, നബിതങ്ങൾ ഇഷ്ടമാണ് എന്ന് പറഞ്ഞില്ലേ എന്നതാണ് അവരുടെ ന്യായം. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യങ്ങൾ, ഇഷ്ടങ്ങൾ നമ്മുടെ ഇഷ്ടമായിരിക്കണം. നബി തങ്ങളുടെ വാക്കുകൾ, പ്രവർത്തികൾ എല്ലാം ജീവിതത്തിൽ കൊണ്ടുവരണം. പഠനത്തിലെ ഏറ്റവും വലിയ പഠനം മുഹമ്മദ് നബിയെ കുറിച്ചുള്ള പഠനമായിരിക്കണം. എത്ര പഠിച്ചാലും മതിയാവില്ല എന്നാണ്. നബി തങ്ങളെ ഏറ്റവും നന്നായി മദ്ഹ് ചെയ്ത ഒരാളായിരുന്നു ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു. ഖിയാമത്ത് നാൾ വരെ ഒരാൾക്ക് മറികടക്കാൻ കഴിയാത്തതാണ് ബുർദ. വേറെ പലരും പലതും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, ബുർദയെ മറികടക്കാൻ കഴിയില്ല. അതിനൊരു കാരണമുണ്ട്. ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുനാഥൻ ഉണ്ടായിരുന്നു അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹു. ഉസ്താദിനെ ഭയങ്കര ബഹുമാനവും ആദരവിലും കൊണ്ടുനടന്നു. ഉസ്താദിന് വലിയ ഖിദ്മത്തുകളൊക്കെ എടുത്തു കൊടുത്തു. ഒരു ദിവസം ഉസ്താദ് ശിഷ്യനോട് പറഞ്ഞു, മോനെ, എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം എന്നോട് പറയും, ഞാൻ ദ്വാരക്കാരനും. അപ്പൊ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് നബി തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ട് ഒരു കവിത ഉണ്ടാക്കണം, ഖിയാമത്ത് നാൾ വരെ ഒരാൾക്ക് അതിനെ മറികടക്കാൻ കഴിയരുത് എന്ന് പറഞ്ഞപ്പോ മൂപ്പര് ദ്വാരുന്നു. ആ ദ്വയാണ് യഥാർത്ഥത്തിൽ ഖസീദത്തുൽ ബുർദക്കുള്ളത്. വേറൊരാൾക്ക് മറികടക്കാൻ കഴിയാത്ത അവസ്ഥ അതിനുണ്ടായി തീർന്നു. ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ മനോഹരമായി മദ്ഹ് ചെയ്തത്. ഖസീദത്തുൽ ബുർദക്ക് മുഹമ്മദ് അഖ്തർ റളിയല്ലാഹു ഖാൻ എഴുതിയിട്ടുള്ള ഒരു ശറഹ് ഉണ്ട്, അൽ വർദ എന്ന് പേരായ ശറഹ്. അതിലൊരു കഥ, തങ്ങളെ വീട്ടിലേക്ക് ഒരു സൽക്കാരം ഉണ്ടായി. കയ്യും കാലൊക്കെ കൂട്ടിക്കെട്ടി അറുത്തു കഷ്ണാക്കി കറി വെക്കാൻ വേണ്ടി ഭാര്യനെ ഏൽപ്പിച്ചു. ഗോതമ്പ് കൊണ്ട് റൊട്ടി ഉണ്ടാക്കാൻ പറഞ്ഞാണ്ട് പള്ളിക്ക് പോയി. നബിയോട് വന്നിട്ട് പറഞ്ഞു, നബിയെ, വീട്ടിൽ കുറഞ്ഞ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങളും വളരെ പ്രധാനപ്പെട്ട 1-2 ആളുകളും ഒന്ന് വീട് വരെ വരണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഓലിങ്ങനെ പോരുകയാണ്. വീട്ടില് ജാബിർ റളിയല്ലാഹു അൻഹു 2 ആൺകുട്ടികളുണ്ടായിരുന്നു. ആടിനെ അറക്കുന്ന സമയത്ത് മൂത്ത കുട്ടി കളിക്കാൻ പോയതാണ്, രണ്ടാമത്തെ കുട്ടി അവിടെ ഉണ്ട്. മൂത്തോൻ മടങ്ങി വന്നപ്പോ രണ്ടാമത്തോൻ ചോദിച്ചു, കാക്ക, വാപ്പ എങ്ങനെ ആടിനറുത്തെന്ന് വെച്ച് കണ്ടോന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ഞാൻ കാണിച്ചു തരട്ടേന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. കൊണ്ടുപോയി പെരന്റെ മേലെ കൊണ്ടുപോയിട്ട് കയ്യും കാലും കൂട്ടി കെട്ടിയാണ് കത്തിയെടുത്തുകൊണ്ടാണ് അറുത്തു. തലെടുത്തുങ്ങാണ്ട് മരെടുത്തുകൊണ്ട് വന്നു. ഉമ്മ, വാപ്പ ആടിനർത്ഥമാതിരി ഞാൻ കാക്കാനെ അറുത്തു പറഞ്ഞു. ഓനതൊരു രസം. തലെടുത്തുകൊണ്ടാണ് വന്നു. ഇമ്മാണ്ട് ബേജാറായി, പടച്ചോൻ എന്താ ഞാനീ കാണണേ. പോയി നോക്കുമ്പോ മൂത്ത കുട്ടി അറുക്കപ്പെട്ട് കിടക്കുന്നു. ഇമ്മാന്റെ ബേജാറും വെപ്രാളവും കൂടി കണ്ടപ്പോ സംഗതി പന്തികേട് എന്തോ ഉണ്ട്, അബദ്ധം പറ്റിയെന്ന് മനസ്സിലാക്കിയ മൂപ്പര് തട്ടിന്റെ മേലിന് താഴത്തേക്കും ചാടി കണ്ടാണ് മരിച്ചു. 2 ആളും മരിച്ചു. 2 ആളെ ആത്തിക്കണ് കൊണ്ടുപോയി കട്ടിൽമണ് കടത്തിയിട്ട് പുതപ്പിട്ടാണ് മൂടി. അള്ളാന്റെ റസൂല് പെരേക്ക് സൽക്കാരത്തിന് വരുന്ന ദിവസം കുട്ടികളും മരിച്ചു എന്നും പറഞ്ഞാണ്ട് ഇരിക്കാൻ തീരുമാനിച്ചു. അടുക്കളയിൽ പോയി റൊട്ടി ഉണ്ടാക്കി ആടുകറി വെച്ചു. നബിയും സഹാബത്തും ജാബിറിന്റെ പെരേക്ക് വരികയാണ്. വഴിയിൽ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കണ്ടു. എവിടുക്കാ പോണെന്ന് ചോദിച്ചു. ജാബിറിന്റെ അവിടെ സൽക്കാരുണ്ട്, പോവുകയാണ് പറഞ്ഞു. പൊയ്ക്കോളി, കുഴപ്പമൊന്നുമില്ല, കുട്ടികളൊപ്പം ഭക്ഷണം കഴിച്ചാൽ മതിട്ടോ എന്ന് പറഞ്ഞു ജിബ്രീൽ അലൈഹി ഇസ്ലാം.
കുട്ടികളൊപ്പം ഭക്ഷണം കഴിച്ചാൽ മതി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു, ഭക്ഷണം കഴിക്കാൻ വേണ്ടി സുപ്ര വിരിച്ചു, ആടുകറിയും റൊട്ടിയും കൊണ്ടുവന്ന് വെച്ചു. പുന്നാര നബി തങ്ങൾ ചോദിച്ചു, ജാബിറെ കുട്ടികളെവിടെയെന്ന്. മൂപ്പര് അടുക്കളയിൽ പോയിട്ട് ഭാര്യയോട് ചോദിച്ചു, നമ്മളെ മക്കളെവിടെയെന്ന്. ഭാര്യ പറഞ്ഞു, പോലെ അപ്പുറത്താണ് പറഞ്ഞു. മൂപ്പര് വന്നാണ്ട് പറഞ്ഞു, അപ്പുറത്താണ്. നബി തങ്ങൾ തിന്നിയില്ല, അവിടെ തന്നെ ഇരുന്നു. കുറെ കഴിഞ്ഞിട്ട് പിന്നെയും ചോദിച്ചു, ജാബിറെ കുട്ടികളെവിടെയെന്ന്. ഭാര്യനോട് എന്ന് ചോദിച്ചു, പഴയ മറുപടി തന്നെ കിട്ടി. അത് വന്ന് പറഞ്ഞു. മൂന്നാമതും ചോദിച്ചു, ജാബിറെ കുട്ടികളെവിടെയെന്ന്. അതിൽ മൂപ്പര് അടുക്കളയിൽ ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, അല്ലണ്ണി ഇതൊന്ന് സത്യം പറഞ്ഞ നമ്മളെ കുട്ടികളെവിടെയെന്ന് ചോദിച്ചു. അതിൽ ഭാര്യ പറഞ്ഞു, രണ്ടുപേരും മരണപ്പെട്ടിട്ടുണ്ട്, റൂമിലുണ്ട്, പുതപ്പിന്റെ ഉള്ളിലാണ്. മൂപ്പര് കരഞ്ഞങ്ങാണ്ട് പുറത്തേക്കൊണ്ട് വന്നു. ജാബിർ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ഈ വിവരം പറഞ്ഞപ്പോ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുട്ടികളുടെ കൂടെയല്ലാതെ ഭക്ഷണം കഴിക്കരുതെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികൾ ഇവിടെ വന്നാലേ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറയേണ്ട താമസം. അകത്തെ റൂമിൽ നിന്ന് 2 കുട്ടികളും എഴുന്നേറ്റ് വന്നു, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു സഹാബത്തിനോട്, സഹാബത്തെ ആടുമാംസം തിന്നോളി, എല്ല് കേടെടുത്തരുത് എന്ന് പറഞ്ഞു. എല്ല് കേടെടുത്തരുത് എന്ന് പറഞ്ഞു. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു, എല്ലൊക്കെ കൊണ്ട് ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ഭാഗത്ത് കൂട്ടിയിട്ട് നീച്ചു പറഞ്ഞപ്പോ ആടുകൾ നീച്ചു ജാബിറിന്റെ അടുത്തേക്ക്. ഷറഫുറ്റ ജാബിർ റളിയല്ലാഹു ചെന്ന് പരിശുദ്ധ ത്വാഹ റസൂലിങ്കൽ സൽക്കാരം റൊട്ടിയും ആട്ടുമാംസവും ആയി വിശുദ്ധ ഹബീബിങ്കൽ. ബാക്കി യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ.